ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 10 മണി ചെടികളുടെ മഴക്കാല സംരക്ഷണത്തെ പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ പാഴാക്കി കളയുന്ന ചിരട്ട ഉപയോഗിച്ച് എങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജൻസി മാഡം ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് കളക്ഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ സാധിക്കൂ. ഈ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് 10 മണിപ്പൂക്കളാണ്, കണ്ടില്ലേ എൻ്റെ കയ്യില് നല്ല ഭംഗിയുള്ള 10 മണിപ്പൂക്കള്. ഇതിന് മുമ്പുള്ള വീഡിയോ എല്ലാവരും കണ്ടു കാണും. മഴക്കാല പരിചരണം, 10 മണികളുടെ മഴക്കാല പരിചരണം ആയിരുന്നു. അതിൻ്റെ തുടർച്ച എന്നോണാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇനി മഴക്കാലമാണ്, മഴയത്തുനിന്ന് 10 മണികളൊക്കെ എടുത്തു വെച്ച് നമുക്ക് ഹാങ് ചെയ്ത് സൂക്ഷിക്കേണ്ട ഒരു സമയമായിരിക്കുകയാണ്. അപ്പോൾ 10 മണികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ പൂക്കളൊന്നും പോയി കിട്ടാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല, വളരെ സങ്കടമായിരിക്കും. അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു കുറച്ച് ടിപ്സുകൾ. അതോടൊപ്പം ആ ടിപ്സിൽ പറഞ്ഞൊരു കാര്യമാണ് ഹാങ് ചെയ്തിടാനായിട്ട് നമ്മൾ ചെറിയ ചെറിയ ചിരട്ടകളോ അല്ലെങ്കിൽ ചെറിയ പോട്ടുകളൊക്കെ ഉപയോഗിച്ച് ഹാങ് ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പം ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും എല്ലാ കളറും നമ്മുടെ 10 മണികളുടെ കമ്പ് എടുത്തിരിക്കുകയാണ്. വേറെ ഒന്നിനല്ല, ഞാൻ ഈ ലോക്ക്ഡൗൺ പീരീഡായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഒത്തിരി സമയം കിട്ടുന്ന ഈ സമയത്ത് നമ്മൾ ചിരട്ടയിൽ ഒരു ചെറിയ ഒരു ടിപ്സ് ചെയ്തതാണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അധികം എന്താ പറയുക, മുതൽ മുടക്കം ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. നമ്മൾ കളഞ്ഞിട്ടിരിക്കുന്ന കണ്ണൻ ചിരട്ടകൾ എടുത്ത് നമ്മൾ അതിനകത്ത് ചെടി നടന്ന ഈ 10 മണികളുടെ കമ്പ് മഴക്കാലത്ത് സംരക്ഷിക്കുക. നമുക്ക് കുറേ പൂക്കൾ ഉണ്ടായി കിട്ടാനല്ല, മഴക്കാലത്ത് അവ ചീഞ്ഞു പോകാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള കണ്ണൻ ചിരട്ട ഉണ്ടല്ലോ, അത് എടുത്ത് വലിപ്പമുള്ള ചിരട്ട നോക്കിയെടുക്കുക. എന്നിട്ട് അത് കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ മെഷീൻ ഉപയോഗിച്ചോ അതിൻ്റെ പൊരുപ്പിലും അതിൻ്റെ ഇതൊക്കെ പുറമൊക്കെ ഒന്ന് ചുരണ്ടി മിനുസാക്കി എടുക്കുക. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ മിനുസാക്കി എടുത്ത ചിരട്ടയുടെ കണ്ണുണ്ടല്ലോ, അതിൻ്റെ ഹോള് നമുക്ക് നനയ്ക്കുമ്പോൾ വെള്ളം പോകാവുന്ന രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാതെ പോകാവുന്ന രീതിയിൽ അതിൻ്റെ കണ്ണൊന്ന് കുത്തിക്കളയണം. അതിനുശേഷം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ വുഡ് പ്രൈമറോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും പെയിൻറ്റുകളൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് വേണമെങ്കിലും ആകാം. നമുക്കിപ്പോൾ ഇത് കൂടുതൽ ലാസ്റ്റ് ചെയ്യാനൊന്നുമല്ല, എങ്കിലും അതൊരു ഭംഗി വേണമല്ലോ. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിരിക്കും ഇത് തൂക്കിയിടാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐഡിയയിൽ എന്തെങ്കിലും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭംഗി ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ വുഡ് പ്രൈമർ എടുത്തിട്ടുണ്ട്, വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് ഇതുപോലെ പെയിൻറ്റ് അടിച്ച് ഭംഗിയാക്കി എടുക്കുക. പ്രൈമർ അടിച്ച് ഉണങ്ങിയതിന് ശേഷം വുഡിനൊക്കെ അടിക്കുന്ന വെള്ള പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബഡ്സ് എടുത്ത് നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് അല്ലെങ്കിൽ ഏത് പെയിൻ്റായാലും കുഴപ്പമില്ല, അതിനകത്ത് മുക്കി ചെറിയ ഡോട്ടുകൾ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിരട്ടയൊക്കെ ഇതുപോലെ പെയിൻ്റൊക്കെ ചെയ്ത് ഡിസൈനൊക്കെ ചെയ്ത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ചിരട്ടയിൽ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് സോയിൽ മാത്രം, ഒരു വളവും വേണ്ട, മണലും ചരലും കലർന്ന കട്ട പിടിക്കാത്ത മണ്ണ് എടുക്കുക. അതിനുശേഷം നമുക്ക് നടാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള, എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ള എല്ലാ വെറൈറ്റികളുടെയും 3 കമ്പ് വീതം എടുത്തിട്ടുണ്ട്. ഒരു ചിരട്ടയിൽ 3 കമ്പി കൊടുത്തിട്ട് നമ്മൾ കുത്തണ്ട. അപ്പോൾ ഈ പൂക്കൾ നമ്മളിപ്പോൾ പറിച്ചെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് കാണാൻ വേണ്ടിയിട്ടാണ്, എല്ലാ കളറും ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ കളറും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നടാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പ് ഈ ചിരട്ട നമുക്ക് ഒരു ചരടിൽ കോർത്തിടണമല്ലോ. അപ്പോൾ ചരടിൽ കോർത്തിടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ചിരട്ടാണത്. നമുക്ക് ചിരട്ടയ്ക്ക് അധികം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, കുറച്ച് മണ്ണല്ലേ വേണ്ടു. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ചിരട്ടാണ് വേണ്ടത് കേട്ടോ. വലിയ ചിരട്ടൊന്നും എടുക്കണ്ട. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് ചിരട്ട ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്, വീട്ടിലിരിക്കുകയാണ്, നമുക്ക് സമയമുള്ളതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വലിയ കയറില്ലെങ്കിൽ കൂടി ചരടായാലും നല്ല ബലമുള്ള എന്തെങ്കിലും നൈലോൺ ചരടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ചെറിയ പ്ലാസ്റ്റിക് കയറ് ചരട് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ചരടാണ് എടുത്തിരിക്കുന്നത്. ആ ചരട് നിങ്ങൾ കണ്ടല്ലോ, 3 എണ്ണത്തിലെടുത്ത് ഒരേ ലെങ്ത്തിൽ എടുക്കണം നമ്മൾ. എന്നിട്ട് ഒരേ ലെങ്ത്തിൽ നമ്മൾ കെട്ടുകയാണ്. ജസ്റ്റ് ഒന്ന് കെട്ട് മാത്രമേ വേണ്ടൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് താഴത്തേക്കുള്ള വശം
അപ്പോൾ നമ്മളൊന്ന് ഉരുക്കി നമ്മളത് പ്ലാസ്റ്റിക് ചരടായതുകൊണ്ട് അത് വിടർന്നു പോകും. അത് പോകാതിരിക്കാൻ ഒരു കെട്ട് കെട്ടുക. എന്നിട്ട് നമ്മൾ അളവെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ വീടിൻ്റെത് കണ്ട ടൈല് ഒരടിയുടെ നീളത്തിലാണ്. കണ്ട ഒരടിയുടെ നീളത്തിൽ ഒരേ വലിപ്പത്തിൽ നമ്മൾ കെട്ടിട്ട് വെച്ചാലാണ് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുള്ളൂ. ഒരേ ലെങ്ത്തിൽ. അങ്ങനെ അവിടെ ഒരു കെട്ടിട. വീണ്ടും നമ്മൾ അളവെടുക്കുക. ഒരടിയുടെ അടുത്തെത്തുമ്പോൾ ഇതുപോലെ ഒരു കെട്ടിട. അങ്ങനെ ഞാൻ 4 ചട്ടി തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിരട്ടയിലേക്ക് നമ്മുടെ ഈ കളറ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന എല്ലാ കളറും ഞാൻ സിംഗിളായിട്ടാണ് നടുന്നത്. ഒരേ കളറ് 3 കമ്പ് വീതമാണ് ചിരട്ടയിൽ കുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ചട്ടിയിലും ചെടികൾ നട്ടു. നമ്മുടെ തണ്ട് 10 മണിയുടെ തണ്ട് നട്ടു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഇതുപോലെ ഒരു കെട്ടിട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വള്ളി സെപ്പറേറ്റ് ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെയുള്ള കുളത്ത് നമ്മൾ എടുത്തിട്ടാണ് ഇത് നമ്മൾ തൂക്കിയിടാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ സൈഡിൽ മഴ കൊള്ളാതെ വീടിൻ്റെ സൈഡിൽ നമുക്ക് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മളിത് തൂക്കിയിടേണ്ടത്. കാരണം നമുക്ക് മഴയത്തു നിന്ന് സംരക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് കുറേ പൂവുണ്ടായി കിട്ടാനോ ഒന്നുമല്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ പൂവിൻ്റെ ഈ തുമ്പ് ഒന്ന് എടുത്ത് കളയും. നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഇതളിപ്പുകൾ വന്ന് ഒത്തിരി മുകുളങ്ങൾ വന്ന് ഇത് പൂ ഉണ്ടായില്ലെങ്കിലും നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഇതിനകത്ത് പിടിച്ച് കിട്ടിക്കോളും, ചീഞ്ഞു പോവാതെ കേട്ടോ. അപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഒരു കുഞ്ഞു കമ്പ് കിട്ടിയാൽ മതി. നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് കിട്ടിയാൽ മതി. നമുക്ക് എത്ര വേണമെങ്കിലും ചെടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാ കളറും നമുക്ക് കിട്ടിയെന്നുള്ളത് ഉറപ്പ് വരുത്താനും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വിദ്യ. ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോയി ചട്ടികൾ വാങ്ങാനോ അല്ലെങ്കിൽ ഇത് ഹാങ് ചെയ്തിടാനുള്ള ഒരു പോട്ട് കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സമയം കിട്ടിയത് കൊണ്ട് ഈ ഒരു ഐഡിയ ചെയ്തത്. അപ്പോൾ സമയമുണ്ട് നമുക്കിപ്പോൾ. നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാതെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ഇപ്പോൾ ചിരട്ട കളയാനായിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങനെ പെയിന്റ് അടിക്കണമെന്നൊന്നുമില്ല. ചിരട്ട ഒന്ന് ഭംഗിയാക്കിയിട്ട് നമ്മൾ വെറുതെ വൈറ്റ് സിമെന്റ് അടിച്ചിട്ടായാലും അത് ഒന്ന് പൂത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിരട്ട ഇങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടായത് കൊണ്ട് മാത്രം ഞാനിത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചിരട്ടകളിലും നമ്മൾ ഹോളിട്ട് കൊടുത്ത് സാധാരണ മണ്ണിൽ ഇതുപോലെ നട്ടിട്ടാൽ ഒത്തിരി ഭംഗിയുള്ള 10 മണികൾ നമുക്ക് ഉണ്ടായി കിട്ടും കേട്ടോ. നമ്മളിതുപോലെ ചിരട്ടയിൽ ചെടി നട്ട് ഹാങ് ചെയ്തതിന് ശേഷം നമുക്കിത് വാട്ടറിങ് കൊടുക്കണം, വെള്ളം കൊടുക്കണം. അധികം വെള്ളം വേണ്ട എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ചിരട്ടയിൽ ആദ്യം ഒഴിക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെങ്കിലും ഓരോ തുള്ളികൾ നമ്മുടെ ഈ ചിരട്ടയിൽ അടിയിലുള്ള ചിരട്ടയിൽ വീഴും. അധികം വീഴില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക ചിരട്ടയിൽ നിന്ന് അധികം വെള്ളം പോകാത്ത രീതിയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിലിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളം, ഒരു തുള്ളി വെള്ളം. ഇപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ടാണ് അത്ര പെർഫെക്റ്റ് അല്ലാത്തത്. അപ്പോൾ ഇതേപോലെ ഹോൾ ഉണ്ടാക്കിയ കുപ്പിയിൽ നിന്ന് 2 ഹോൾ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഈ ചിരട്ട നമുക്ക് നനയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പൊക്കത്താണ് കിടക്കുന്നത്, എത്തില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. ഒരു ചെറിയ സ്റ്റൂളിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. 2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതിയാവും. പിന്നെ ഈ വെള്ളം നിങ്ങൾ കണ്ടത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് വേറെ ഒന്നുമല്ല. ഇന്നിവിടെ നമ്മുടെ ബീഫ് വാങ്ങിയപ്പോഴേ അതിൻ്റെ വെള്ളമൊന്നും ഞാൻ കഴിഞ്ഞാൽ കളയാറില്ല, ചെടികൾക്കാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത് ഞാനൊന്ന് ഡൈലൂട്ട് കുറേ വെള്ളത്തിൽ കഴുകിയ വെള്ളം നമ്മളെടുത്ത് വെച്ച് ഇതുപോലെ കുപ്പികളിലാക്കിയിട്ട് ഞാൻ എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട്. അതുപോലെ സബോളയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് വയ്ക്കുന്ന വെള്ളമുണ്ടല്ലോ, അതും നമുക്ക് വല്ലപ്പോഴൊക്കെ കൊടുക്കാം. ഈ വർഷക്കാലത്ത് ഒരു ചെടികൾക്ക് നമ്മൾ വളം കൊടുക്കാതിരിക്കുന്നത് നല്ലത്. വളം ഒന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പം നനയ്ക്കുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കൂടി നമ്മൾ ചേർത്തിട്ടുള്ളതാണെങ്കിൽ ചെടി ഒന്ന് ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അതാണ് അങ്ങനെ ഈ കുപ്പി ഇങ്ങനെ റെഡായിട്ടിരിക്കുന്നത് കേട്ടോ. ചെടി നട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ കൂമ്പുകളൊക്കെ ഒന്ന് നുള്ളിക്കളയാൻ കേട്ടോ. അതായത് ജസ്റ്റ് കട അനങ്ങാതെ നമ്മളതൊന്ന് വെട്ടിക്കളയണം ഇതുപോലെ. അപ്പോൾ ഈ വെട്ടിക്കളയുന്ന ഇതിൽ നിന്ന് വരുന്ന കൂമ്പുകളാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് ഇത് പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കൂമ്പ് നുള്ളിയില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ഇതളുകൾ കുറയും. ഇതിങ്ങനെ നീണ്ട് വെറുതെ പോകുള്ളൂ. അപ്പോൾ ഇത് ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും, ചെടികൾക്ക് ഒത്തിരി കമ്പുകൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നല്ല മഴയുള്ള അന്തരീക്ഷമാണെങ്കിൽ, എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ഇതിലെപ്പോഴും നനവുണ്ടാകും. നനവില്ലാത്ത സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതല്ല 2 ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ മഴ പെയ്യുന്നുള്ളൂ, ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇതിനകത്ത് ഒട്ടും തന്നെ നനവുണ്ടാവില്ല. അപ്പോൾ നമ്മളത് ജസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ഒന്ന് നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോകേ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ
വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് വർക്കുകൾ ചെയ്യുന്നവരാണോ? അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ചെറിയ ബിസിനസ്സുകൾ, ഈവൻ നമ്മൾ ചെറിയൊരു നേഴ്സറി തുടങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചെയ്യുന്നവരാണോ? എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. കാരണം ഈ ലോക്ക്ഡൗൺ പീരീഡിൽ പലർക്കും അവരുടെ ഇൻകം നിലച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ കൈത്താങ്ങായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ഗാർഡൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അതോടൊപ്പം 2-3 ഫോട്ടോസും നിങ്ങൾ കൊടുക്കാൻ മറക്കരുത്. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ചെറിയ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എന്ത് ബിസിനസ് ആണെങ്കിലും നമ്മൾക്ക് അയക്കൂ. നമ്മളത് നോക്കിയതിന് ശേഷം അതിൽ നിന്ന് ജെനുവൻ ആയിട്ടുള്ളവരെ നമ്മൾ തിരഞ്ഞെടുത്ത് ഇതിൻ്റെ ഇനി വരുന്ന വീഡിയോസിൽ അവരുടെ പ്രോഡക്ട്സ് എല്ലാം കാണിക്കുന്നതായിരിക്കും. അതിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഒരു ചെറിയ കൈത്താങ്ങാണ്. ഈ ഒരു വിഷമ സമയങ്ങളിൽ നമ്മൾക്ക് ഒരുമിച്ച് കൈകോർക്കാം. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതിരിക്കുക.